നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. മലയാള സിനിമയിലെ 2025 വളരെ കോൺട്രവേഴ്സി ആയിട്ട് തുടങ്ങിയ ഒരു വർഷമാണ്. മാർച്ചിൽ മോഹൻലാലിൻ്റെ രണ്ട് ചിത്രങ്ങൾ, മോഹൻലാലിൻ്റെ പ്രധാനമായും രണ്ട് ചിത്രങ്ങൾ, ഒന്ന് ലൂസിഫറിൻ്റെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിറങ്ങിയ L2 എമ്പുരാൻ. നമ്മളൊരു കമ്പാരിസൺ അല്ല, എന്നാൽ പോലും ഇതിനകത്ത് കുറേ ഫാക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ, കാരണം എങ്ങനെയൊക്കെ ഒരു സിനിമ വിജയിപ്പിക്കാം, എങ്ങനെയൊക്കെ ഒരു സിനിമ പ്രശ്നങ്ങളാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു സാധാരണ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്കും തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായത്തിനോടൊന്നും യോജിക്കാത്തവർ കാണും. നിങ്ങൾക്ക് കമൻസ് ഒക്കെ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. അന്നേരം സാധാ സിനിമ ഒരു പ്രൊമോഷനും ഇല്ലാതെ ഇറങ്ങിയ നമ്മുടെ തരുൺ മൂർത്തിയുടെ തുടരും. എനിക്ക് ആദ്യത്തെ കമ്പാരിസൺ നമ്മുടെ പൃഥ്വിരാജും തരുൺമൂർത്തിയായിട്ടുള്ള കമ്പാരിസണാണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത്. പൃഥ്വിരാജ് ലൂസിഫർ, ബ്രോഡാഡി തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾ, അതിനകത്ത് ലൂസിഫർ ഗംഭീരമാർന്ന വിജയം നേടി. രണ്ടാമത് ബ്രോഡാഡി OTT പ്ലാറ്റ്ഫോമായതുകൊണ്ട് നമുക്കതിൻ്റെ വിജയ സാധ്യതയെക്കുറിച്ച് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. മൂന്നാമതിറങ്ങിയ, അതായത് നമ്മുടെ മൂന്നാമത്തെ ചിത്രം, പൃഥ്വിരാജിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ഈ എമ്പുരാൻ. ഈ ചിത്രം ഓൾറെഡി ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ലോകം മൊത്തവും നടന്ന് അസാധാരണമായ പ്രൊമോഷനിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പലരും, ഞാനൊക്കെ എല്ലാ ഇൻ്റർവ്യൂകളും കാണുന്നതാണ്. എല്ലാ ഇൻ്റർവ്യൂവും നമ്മൾ സമയം കിട്ടുമ്പോൾ 99 അല്ല 100% ഇൻ്റർവ്യൂവും കാണുമ്പം ഒരുപാട് കള്ളത്തരങ്ങൾ ഇവർ ഈ പ്രൊമോഷന് മുമ്പേയും ചെയ്തിട്ടുണ്ട്. പ്രൊമോഷൻ്റെ സമയത്തും കള്ളത്തരങ്ങൾ പലതും പൊളിഞ്ഞിട്ടുമുണ്ട്. ഉദാഹരണം, ഈ എമ്പുരാൻ്റെ എനിക്കൊന്ന് ടീസർ ട്രെയിലർ സമയത്താണെന്ന് തോന്നുന്നു, ഈ ഹെലികോപ്റ്ററിനെ കുറിച്ചൊക്കെ പല ഇൻ്റർവ്യൂവിലും നമ്മുടെ ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്, ആന്റണി പെരുമ്പാവൂരിനോട് ഒരു ഹെലികോപ്റ്റർ ചോദിച്ചു, അദ്ദേഹം വളരെ റിസ്ക് എടുത്ത് അത്രയും പൈസ മുടക്കി ഹെലികോപ്റ്റർ ഇതാക്കി എന്ന് പറഞ്ഞപ്പം, അതിനുശേഷം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഹെലികോപ്റ്റർ, അതിന് മോഹൻലാലിൻ്റെ ഇൻട്രോയ്ക്കകത്തുള്ള ഹെലികോപ്റ്റർ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി അത് ഓൺലൈൻ പർച്ചേസ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം വളരെ പച്ചയായ കള്ളങ്ങൾ പൃഥ്വിരാജ് ഇതിനകത്ത് ശരിക്കും ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു സംവിധായകൻ്റെ ഒരു ക്വാളിറ്റിയാണെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ നല്ല ക്രാഫ്റ്റ്മാൻ ആയിരിക്കാം ഓട്ടോമാറ്റിക്കായിട്ടും പൃഥ്വിരാജ്. പക്ഷെ പൃഥ്വിരാജിൻ്റെ ഈ രീതിയിലുള്ള പ്രൊമോഷൻസ്, കാരണം ഓവർ തള്ളുന്ന അല്ലെങ്കിൽ പച്ചക്കള്ളങ്ങൾ താങ്ങുന്ന പ്രൊമോഷൻസ്, പിന്നെ ആൾക്കാരെ പറ്റിക്കപ്പെടാനും നമ്മളും പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന സാധനമാണ് ഡ്രാഗണിൻ്റെ. ഒരു വലിയ താരത്തെയാണ് കൊണ്ടുവന്നെങ്കിൽ പോലും ഈ ഡ്രാഗണിനെ വെച്ചൊരു വലിയ പ്രൊമോഷൻ നടത്തി. ഡ്രാഗൺ ആരാണ്? അമീർ ഖാനാണോ, മമ്മൂട്ടിയാണോ, ബാക്കിയുള്ളവരാണോ, ഇനിയും ഡോൺലി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഡ്രാഗണിനെ അങ്ങ് വെളിപ്പെടുത്തിയാൽ ഒരുപക്ഷെ ആൾക്കാർ കുറച്ചുകൂടെ കൺവിൻസ് ആയിട്ട് തിയേറ്ററിൽ ഇരുന്നേനെ. പിന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കണ്ടന്റ്, ആദ്യത്തെ ദിവസം ഈ സിനിമ സമ്മിശ്ര അഭിപ്രായം അല്ലെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവ് അഭിപ്രായത്തിലേക്ക് പോയപ്പോഴത്തേന് ഇവർ നേരെ പ്രൊമോഷൻ എന്ത് ചെയ്തു, വേറെ ലെവലിലേക്ക്, ഇന്ന് വരെ ഒരു ഇന്ത്യൻ സിനിമയിൽ കാണാത്ത വേറൊരു രീതിയിലേക്ക്, ഇതിനെ ഒരു രാഷ്ട്രീയ തീവ്രവാദ രീതിയിലേക്ക് മാറ്റി ഇതിനെ പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് കേരളത്തിലെ കുറേ ആൾക്കാർ കണ്ടെന്നല്ലാതെ ഒരാഴ്ച കൊണ്ട് തന്നെ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിയും. അന്നേരം തന്നെ പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്നു, 100 കോടി, 2 ദിവസം കഴിയുമ്പോൾ 200 കോടി, 250 കോടി, പിന്നെ 30 ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ, ഞാൻ പറഞ്ഞു വരുന്നത് 30 ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ 23 ദിവസം കൊണ്ട് 325 കോടി, സാറ്റലൈറ്റും ഓവർസീസും എല്ലാം കൂടെ കൂടി 325 കോടി. അതിനകത്തും പച്ചക്കള്ളം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വളരെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഹോട്ട്സ്റ്റാർ മേടിച്ചേക്കുന്ന 35 കോടിയാണ്, സാറ്റലൈറ്റും എല്ലാം കൂടി 35 കോടിക്കാണ്. പക്ഷേ ഇവർ തള്ളി അതിൻ്റെ ഇരട്ടി കൂടുതൽ തുകയാണ്. ഇങ്ങനെ തള്ളി മറിച്ച് ഇൻഡസ്ട്രിയെ തറഞ്ഞ് നശിപ്പിക്കുകയാണ്. ബാക്കിയുള്ള പ്രൊഡ്യൂസർമാരെ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരെ ആണെങ്കിലും സാധാരണപ്പെട്ടവരുടെയും കണ്ണിൽ പൊടിയിടാൻ ഇത് ഒരു പരിധി വരെ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നവർ കാണും. സിനിമയെ ശരിക്കും അറിയാവുന്നവർ ചിലപ്പം, അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ചിൽ അറിയാവുന്നവർ ഇത് വിശ്വസിക്കത്തില്ല. കാരണം ഒരാഴ്ച പോലും ഓടാത്ത ഒരു കണ്ടന്റ് എടുത്തു പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സീൻ, ചിലർ പറയുന്നത് വലിയൊരു ഗംഭീര ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്.
175 കോടി 200 കോടി ഇറക്കിയ സിനിമ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ക്യാമറ വർക്ക് ചെയ്തിട്ട് ക്യാമറ വർക്കിൽ കാര്യമില്ലല്ലോ. നല്ലൊരു കണ്ടന്റ് ഇല്ല, നമുക്ക് എടുത്തു പറയാൻ നല്ലൊരു സീനുകളില്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ ഒരു അധപ്പതനം എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി കോടികൾ കൊണ്ട് പൃഥ്വിരാജ് ഒരുപാട് രീതിയിൽ തള്ളി. അതിനകത്ത് ഡൗട്ട് ഒന്നും വേണ്ട, അതൊരു തള്ളു തന്നെയാണ്. അത് ഒരുപാട് രീതിയിൽ മലയാള ഇൻഡസ്ട്രിയെ മോശമാക്കിയെന്ന് മാത്രമല്ല പല രീതിയിലുള്ള വിവാദങ്ങൾ വരികയും ചെയ്തതോടുകൂടി അത് മോഹൻലാലിനെ ശരിക്കും ബാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം ED ഉൾപ്പെടെ ഗോകുലം ഗോപാലിനും ഒക്കെ എല്ലാവരും അതിൻ്റെ പേരിൽ ഇത് കിട്ടും. പിന്നെ എനിക്ക് വളരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം, എനിക്ക് വളരെ വിഷമം തോന്നിയൊരു കാര്യം, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഡയറക്ടറിന് വേണ്ടിയുള്ള ഡയറക്ടർ ആർട്ടിസ്റ്റാണ് മോഹൻലാൽ. അന്നേരം മോഹൻലാൽ പൃഥ്വിരാജും തമ്മിൽ നല്ല അഭേദ്യമായ ബന്ധമുണ്ട് എന്നും നിങ്ങൾ ഓർക്കണം. ഈ ബന്ധം ലൂസിഫർ 3 പടം ചെയ്തതിനകത്ത് 3-നകത്തും നായകൻ മോഹൻലാൽ, ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ. ഈ എമ്പുരാൻ ഈ വിവാദങ്ങൾക്കൊക്കെ ഒപ്പം ഒരിക്കലും പൃഥ്വിരാജിനെ തള്ളിപ്പറയാൻ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തയ്യാറായില്ല. ഒപ്പം നിന്നു. അതാണ് ഒരു ക്വാളിറ്റി. ഡയറക്ടറിന്റെ ഒപ്പം നിന്ന ഒരു ക്വാളിറ്റിയാണ്. ഷെയർ ചെയ്തപ്പം കൂടെ ഷെയർ ചെയ്തു. മണ്ടത്തരമാണെങ്കിലും എന്തായാലും അത് ഷെയർ ചെയ്യും. പക്ഷേ അവിടെ പൃഥ്വിരാജ് കാണിച്ച ഒരു മാന്യതയില്ലായ്മ എനിക്ക് തോന്നിയത്, തുടരും എന്ന് പറഞ്ഞ സിനിമ, നമുക്കതിലേക്ക് വരാം. തുടരും എന്ന് പറഞ്ഞ സിനിമ അതിഗംഭീര വിജയം നേടിയപ്പം വളരെ കൊച്ചു ചിത്രങ്ങളുടെ കൂട്ടം ഇദ്ദേഹം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കൊച്ചു ചിത്രങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്തപ്പം തുടരത്തിന്റെ വിജയം അദ്ദേഹം ഒരു വട്ടം പോലും ഒന്ന് ഷെയർ ചെയ്തില്ല എന്നുള്ളത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലി നമുക്ക് ഒരു തരത്തിലും അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു അസൂയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അതെന്തുകൊണ്ട് അദ്ദേഹം ഒരു തുടരുന്ന ലാലേട്ടൻ്റെ തുടരും വൻ വിജയത്തിലേക്ക് ഇത്രയും പടങ്ങൾ ചെയ്തു, ഇത്രയും വർഷങ്ങൾ ഒരു ആത്മബന്ധം ഒക്കെ ഉള്ള ഒരാൾ ഷെയർ ചെയ്യാൻ, ബാക്കി എല്ലാം ഷെയർ ചെയ്തവർ ഇത് ഷെയർ ചെയ്യാഞ്ഞതൊരു ഈഗോ ഒക്കെ ഉണ്ട് എന്നെനിക്ക് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഇനി 2 പൃഥ്വിരാജിൻ്റെ കാര്യം വിടാം. പൃഥ്വിരാജ് ഒരു പൂർണ്ണമായും പണ്ടൊക്കെ ഇൻ്റർവ്യൂവിന് പൃഥ്വിരാജ് വന്ന് ഇടുമ്പം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, പലർക്കും ഇത് കാണുന്നവർക്ക് അറിയാം, പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് തള്ളി മറിക്കുന്ന കണ്ടതിന് ശേഷം ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജിനെ ചാനൽ, അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല, ചാനലുകളിൽ നിന്ന് പതുക്കെ രഞ്ജിത്ത് ഒരു ചാനലും വരണ്ടെന്ന് പറഞ്ഞു. കാരണം തള്ളി മറിക്കണ്ട എന്നുള്ള ഇതിൽ തന്നെ. അന്നേരം രഞ്ജിത്തായിരുന്നു അന്ന് അതിൻ്റെ സംവിധാനം, രഞ്ജിത്തായിരുന്നു എല്ലാ ഇതിലും ഇതൊരു സാധാരണ പടമെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ റുപ്പി വന്നേ. അതുകൊണ്ട് ഇന്ത്യൻ റുപ്പി ഗംഭീര വിജയവും നേടി. അന്നേരം അതൊക്കെ അന്നേ ഒരുപക്ഷെ കണ്ടവരായിരിക്കും, അതിൻ്റെ പ്രധാനപ്പെട്ട സംവിധായകരൊക്കെ അങ്ങനെ കണ്ടത്. കാരണം എല്ലാ സിനിമകളും അതിഗംഭീരമാണ്, എൻ്റെ സിനിമ ഒരു രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞ് ഇറക്കിയ ഒരാളാണ് പൃഥ്വിരാജ്. ഇനി തരുൺ മൂർത്തിയിലേക്ക് വരുമ്പം നമ്മുടെ കോൺട്രഡിക്ഷൻ, എക്സ്ട്രാ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണാം. ഒരു പ്രൊമോഷനും ഇല്ല തുടരും എന്ന് പറഞ്ഞ സിനിമ. ഇതിന് ഹെലികോപ്റ്റർ ഇല്ല, ആകെ ഒരു സ്പ്ലെൻഡറിനകത്ത് മോഹൻലാൽ പോകുന്ന കൈരി കൊടുത്തത്. അതായത് ആ സിനിമ അങ്ങനെയാണ്. പക്ഷേ മോഹൻലാൽ പോലും വരാത്ത പ്രൊമോഷൻ, എല്ലാവരും വിചാരിച്ചു ഇതെന്താണ് മോഹൻലാൽ പോലും ഇല്ലാത്ത പ്രൊമോഷൻ. ആദ്യത്തെ ദിവസം പതുക്കെ ആദ്യത്തെ FDFSന് ഞാൻ കാണുമ്പോൾ പോലും ആ തിയേറ്റർ ഫുള്ളല്ല. പക്ഷെ പിന്നീട് ഫസ്റ്റ് ഷോ മുതൽ ജനപ്രളയം അല്ലെങ്കിൽ സുനാമി എന്ന് പറയുന്ന പോലെ അടിച്ചു കയറിയ ആൾക്കാർ, ആബാലവൃദ്ധജനങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായിട്ടുള്ള അമ്മൂമ്മയും അപ്പൂപ്പന്മാരും ഉൾപ്പെടെയുള്ളവർ തിയേറ്ററിലേക്ക് ഇളകി കയറുന്ന ഒരവസ്ഥ അടുത്ത കാലത്തൊന്നും മലയാള സിനിമ കണ്ടിട്ടില്ല. അന്നേരം അതിനകത്ത് എന്താണ് വിജയിച്ചത്? തരുൺ മൂർത്തിയുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഒരു ലെവലേശം, 2 മനുഷ്യരുടെ ഇതൊന്നും നമ്മൾ എന്തോ ആയിക്കോട്ടെ, ഏത് രീതിയിൽ നിങ്ങൾ കണക്കിലെടുത്താലും ഒരു ലെവലേശം ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു രീതിയിലൊരു പടത്തിനൊരു ഹൈപ്പ് കൊടുക്കുന്ന രീതിയിലോ, എന്നാൽ അദ്ദേഹം നല്ല രീതിയിൽ ഇൻ്റർവ്യൂ എല്ലാം സെറ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നമ്മൾ ആ സിനിമയിലെ കണ്ടന്റ് ഗംഭീരമാവുകയും മോഹൻലാലിനെ മാക്സിമം യൂസ് ചെയ്യുകയും എത്രയാണോ എമ്പുരാൻ്റെ ബഡ്ജറ്റ്, ഇതിനകത്ത് ബഡ്ജറ്റ് എത്രയാണോ വളരെ പരിമിതമായ ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ. ആ പരിമിതമായ ബഡ്ജറ്റിൽ മോഹൻലാലിനെ എങ്ങനെ കാണാമെന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ താണ്ട മോഹൻലാൽ ഫാൻ ബോയ് ഞാനാടാ എന്ന് കാണിക്കുന്ന രീതിയിൽ ഓരോ ഷോട്ടും മോഹൻലാലിൻ്റെ ഷൺമുഖൻ എന്ന കഥാപാത്രത്തെ ഓരോ ഷോട്ടും എടുത്ത് കാണിക്കുമ്പം ഉണ്ടാകുന്ന പ്രേക്ഷകരിൽ, സാധാരണ പ്രേക്ഷകരും മോഹൻലാൽ ഫാൻസിനും ഉണ്ടാകുന്ന ഒരു ഗൂസ് ബംസ് അല്ലെങ്കിൽ ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപക്ഷെ തരുൺ മൂർത്തിക്ക് സാധിച്ചു. ഈ തരുൺ മൂർത്തി പല കമൻസിനകത്തും പറയുന്ന പോലെ തരുൺ മൂർത്തിയുടെ ട്യൂട്ടോറിയൽ പോയി വേണമെങ്കിൽ പഠിക്കാവുന്ന ഒരു വിദ്യാർത്ഥിയായി വേണമെങ്കിൽ പൃഥ്വിരാജിന് പറ്റും പല കാര്യങ്ങളും, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും.
പൃഥ്വിരാജ് മോശക്കാരനാക്കുന്നതല്ല, എന്നാൽ പോലും ഈ ഒരു കാര്യങ്ങളിൽ തുടരും ഒരു ഐതിഹാസികമായ വിജയമാണ്. ഈ തള്ളി എമ്പുരാൻ തള്ളിയ കാര്യങ്ങളെല്ലാം ഒറിജിനലായിട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ തുടരും. 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇത് 100 കോടിയിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ഇത് 200 കോടി 300 കോടി എത്തിയാൽ ഒരു അതിശയോക്തി വേണ്ട. കാരണം അതുപോലെ സ്വീകരിച്ച ഏകപക്ഷീയമായ വിജയം നമ്മൾ പറയത്തില്ലേ, നമ്മളിപ്പോൾ ഒരു ഇലക്ഷന് ഒരാൾ 1,00,000 വോട്ട് കിട്ടി മറ്റടുത്ത് 0 വോട്ട് കിട്ടുന്ന പോലെയാണ്. അതുപോലെ ഏകപക്ഷീയമായ വിജയം നേടുന്ന ഒരു ചിത്രം. അന്നേരം പ്രൊമോഷൻ ഇല്ലാതെയും അതിഗംഭീര വിജയം നേടാം. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും പൈസ ഇറക്കിയിട്ട് പ്രൊമോഷൻ ചെയ്താൽ പറ്റും. പ്രൊമോഷൻ ചെയ്യാം, പക്ഷെ കള്ളത്തരങ്ങൾ പറയാതെ പ്രൊമോട്ട് ചെയ്യുക. സിനിമ ഇറങ്ങിയതിനു ശേഷം കള്ളത്തരങ്ങളും വേറെ രീതിയിൽ വഴിതിരിച്ച് വിട്ട ആൾക്കാരെ കാണിക്കാനുള്ള ആ രീതികൾ വളരെ മോശമാണ്. ഇനിയുള്ള സംവിധായകരായാലും നിർമ്മാതാക്കളായാലും നടന്മാരായാലും ഈ ഒരു പാത പിന്തുടരാതിരിക്കുക. അതൊരു ശരിയായ പാതയല്ല എന്ന് ഒരു നമ്മളും എല്ലാ പ്രേക്ഷകരും പൈസ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. നമ്മുടെ പൈസ കൊടുത്താണ് ഇവരൊക്കെ വലിയ വലിയ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ വലിയ വലിയ നടന്മാരും ഒക്കെ ആകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പൈസ കൂട്ടി വെക്കുമ്പോഴാണല്ലോ ഈ കോടികളുടെയൊക്കെ വരുന്നത് കണക്കുകൾ. അന്നേരം ഉറപ്പായിട്ടും തരുൺമൂർത്തി വേഴ്സസ് പൃഥ്വിരാജ് എന്ന ഗണത്തിൽ നോക്കുമ്പോൾ തരുൺമൂർത്തിയുടെ 2 സിനിമകൾ, ഒന്ന് സൗദി വെള്ളയ്ക്ക നാഷണൽ അവാർഡ് കിട്ടിയ ചിത്രമാണെന്ന് ആലോചിക്കണം. ആദ്യത്തത് ഓപ്പറേഷൻ ജവ ബോക്സ് ഓഫീസിലും അത്യാവശ്യം വിജയം നേടിയ നല്ല ഗംഭീര ചിത്രമാണ്. അന്നേരം അതിൻ്റെ ഒന്നും അകമ്പടിയില്ല. അദ്ദേഹത്തിന് ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, നല്ല നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ. പരാജയ വിജയമായിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രീതികൾ, സംസാര രീതികളെല്ലാം ആൾക്കാരെ കയ്യിലെടുക്കുകയും പൃഥ്വിരാജ് ഇത്രമാത്രം ഇതായി പോവുകയും ചെയ്തത്. പിന്നെ ഒരു പിന്തുണ മോഹൻലാലിന് ഈ ഒരു സമയത്ത് പിന്തുണയുടെ ആവശ്യമില്ല, എന്നാൽ പോലും ഒരു പോസ്റ്ററെങ്കിലും ഷെയർ ചെയ്യാൻ കാണിക്കാത്തൊരു മാന്യതയില്ലാത്തൊരു പരിപാടി പൃഥ്വിരാജ് ഇത്രയും ഒപ്പം നിന്ന മോഹൻലാലിനെ അതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തായാലും ഒരു വലിയൊരു പാഠപുസ്തകമായിരുന്നു മാർച്ച് 27 മുതൽ ഒരു മാസത്തിനുള്ളിൽ ഏപ്രിൽ 25-ാം തീയതിക്കിടയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ മലയാള സിനിമയ്ക്ക് 2 എക്സ്ട്രീം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒരു വശത്തെ അസാധാരണമായ തള്ളും കള്ളങ്ങളും എല്ലാം ചേർന്നതും, ഒരു വശത്ത് സത്യസന്ധമായ രീതിയിലുള്ള ഒരു എക്സ്ട്രീമായിട്ടുള്ള രീതിയിൽ എല്ലാ രീതിയിലും പ്രൊമോഷൻ ഇല്ല, പക്ഷെ കളക്ഷൻ കൂടുന്നു, കളക്ഷൻ കയറുന്നു, ഗംഭീരമാകുന്നു. അന്നേരം ഇതൊരു സ്റ്റഡിക്ക് നല്ലതാണ് എല്ലാവർക്കും. അന്നേരം രണ്ടിലും താരം മാറുന്നില്ല. ഒന്നിനകത്ത് എബ്രാം ഖുറേഷി അല്ലെങ്കിൽ സ്റ്റീവൻ നെടുമുള്ളി ആകുമ്പം ഇപ്പുറത്ത് സാധാരണക്കാരനായ ഷൺമുഖമാണ്. മോഹൻലാലിൻ്റെ അഭിനയത്തിന് ഒട്ടും തന്നെ ഇല്ല. കാരണം എമ്പുരാനകത്തൊക്കെ ക്ലോസപ്പ് ഷോട്ടുകളിലൊക്കെ മോഹൻലാൽ ഒരു റോബോട്ട് പോലെ അഭിനയിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഒരു ഫേസിൽ എക്സ്പ്രഷൻ ഇല്ലെങ്കിൽ ഇവിടെ തകർത്ത് പണ്ടത്തെ സതയൊക്കെ ഓർമ്മിക്കുന്ന പോലെ കണ്ണിലെ തിളക്കങ്ങളും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായി കൊലച്ചിരികളും ഒക്കെ നമുക്ക് കാണാവുന്ന മോഹൻലാലിനെ കാണിച്ചു തന്നു. അന്നേരം ആരാണ് മിടുക്കരെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇതിനകത്ത് മിടുക്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്കിന് ഇടുന്നതിന് പകരം നമ്മൾ ഒരുപാടങ്ങ് തള്ളിയ പൃഥ്വിരാജിന് അത്രയും കഴിവുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വീഡിയോയുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാനും പരിഗണിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാം. പുത്തൻ വീഡിയോസായിട്ട് വരും. റിവ്യൂ മാസ്റ്റർ ജനങ്ങളിലേക്ക് ഉറപ്പായിട്ടും ഒരുപാട് വീഡിയോസും പുത്തൻ അപ്ഡേറ്റ്സായിട്ടും എല്ലാം കയറി വരും. ഓക്കെ, അടുത്ത വീഡിയോസായിട്ട് കാണാം. ബൈ.